ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പരീക്ഷാക്കാലമൊക്കെ ആണല്ലോ, എല്ലാവരും അതിൻ്റെ ചൂടിലും പേടിയിലും ചിലർ സന്തോഷത്തിലും പെട്ടെന്ന് കോഴ്സ് തീരാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലൊക്കെ ആയിരിക്കും. അപ്പോൾ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങണം, പാസ്സാവണം, പുതിയ തൊഴിലിടങ്ങൾ അല്ലെങ്കിൽ പുതിയ കരിയറുകൾ എല്ലാം തേടി പോകണം, അല്ലെങ്കിൽ പുതിയ ക്ലാസ്സിലേക്ക് പ്രവേശിക്കണം. ഇങ്ങനെ പല പല കാര്യങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ പരീക്ഷ എങ്ങനെ നന്നായി എഴുതും എന്നുള്ളത് ചിലരുടെയെങ്കിലും ഒരു ബുദ്ധിമുട്ടായിരിക്കും. നന്നായി പഠിച്ചവർക്ക് വലിയ ടെൻഷൻ്റെ ആവശ്യമില്ല. എന്നാൽ ഒരു ആവറേജ് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെയാണ് കൂടുതലും ടെൻഷൻ. ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ അവസാന നിമിഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്നത് അത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക. എന്നിട്ട് അതിനകത്ത് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസറുകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നിങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കുക. പിന്നെ ഓബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളൊക്കെ ഏറ്റവും കുറഞ്ഞ 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ചെറിയ ചെറിയ ആൻസേഴ്സൊക്കെ കഴിയുന്നത്ര പഠിക്കാൻ ശ്രമിക്കുക. അതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ സെലക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിൽ ഫൈനലൈസ് ചെയ്തോളൂ, ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കും, പിന്നെ ഓർക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് എഴുതും. ഈ പരീക്ഷ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനമൊന്നുമല്ല, ഇനിയും പരീക്ഷകൾ വരും, ഇനിയും ഞാൻ അറ്റൻഡ് ചെയ്യും. അങ്ങനെ ഒരു ഫീൽ മാത്രം നിങ്ങളുടെ മനസ്സിൽ കരുതിയാൽ മതി. പക്ഷേ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക തന്നെ ചെയ്യണം. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. പിന്നീട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യനുകൾ പഠിക്കുക. വളരെ മനോഹരമായിട്ട് പരീക്ഷ എഴുതുക. നിങ്ങൾക്ക് അറിയാവുന്ന എഴുതാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ പോവുക. അതിനുശേഷം അവിടെ സമാധാനമായിട്ടിരുന്ന് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർത്ത് എടുത്ത് എഴുതുക. അത്രമാത്രം ചെയ്താൽ മതി. ഒരു പരീക്ഷ കഴിഞ്ഞതിന് ശേഷം എത്ര ഞാൻ ക്വസ്റ്റ്യൻ എഴുതി, എത്ര ആൻസേഴ്സ് എഴുതി, എനിക്ക് എത്ര മാർക്ക് കിട്ടും, ഇങ്ങനെയൊന്നും കണക്കൂട്ടേണ്ട ആവശ്യമില്ല. ആ പരീക്ഷ കഴിഞ്ഞു. പിന്നീട് തൊട്ടടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്. ഇന്നത്തെ പരീക്ഷ എത്ര മോശമായിരുന്നാലും തൊട്ടടുത്ത ദിവസത്തേക്കുള്ള പരീക്ഷ നിങ്ങൾ പഠിക്കുക. ഇന്നത്തെ കാര്യം വിട്ടേക്കുക. തൊട്ടടുത്ത ദിവസത്തേക്കുള്ള കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, എഴുതുക. പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നു, ചിലപ്പോൾ ഞാൻ പാസ്സാകില്ല എന്നൊക്കെ പേടിച്ചിരുന്ന എത്രയോ ആൾക്കാർ പാസ്സായിരിക്കുന്നു പരീക്ഷകളിൽ. അപ്പോൾ പാസ്സാകില്ല എന്നുള്ളൊരു ചിന്തയെ നിങ്ങളുടെ മനസ്സിൽ വേണ്ട. നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര നന്നായിട്ട് എഴുതുക. തീർച്ചയായിട്ടും നിങ്ങൾ വരുന്ന പരീക്ഷകളിലൊക്കെ പാസ്സായിരിക്കും. അപ്പോൾ പരീക്ഷാ കാലഘട്ടമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു വിജയാശംസകൾ നേരുന്നു. നന്നായി പഠിച്ച് പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ.